ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്താവിന്റെ സ്തുതി എപ്പോഴും എന്നെ നാമേയിരിക്കും. ആകയാൽ ഘോഷിച്ച് ഉപേക്ഷിച്ച് ഓരോരുത്തരും താങ്കളുടെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പിക്കും. നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പിൻ, സ്തുതിക്കുന്നത് നേരെയുള്ളവർക്ക് ഉചിതമല്ലോ. എന്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരം വരണമേ. ഞാൻ ഞെരുക്കത്തിലിരിക്കുമ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി എന്നോട് കൃപ തോന്നി എന്റെ പ്രാർത്ഥന കേൾക്കണമേ. കൊല ചെയ്യരുത്. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുത്തു. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴി നിൽക്കാതെയും പരിഹാസത്തെ ഇരിപ്പെടുത്തിയിരിക്കാതെ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവനെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. സിയോൻ പുത്രിയോട്, ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്ത് വാഹനം എടുത്തതിന്റെ കുട്ടിയുടെ പുറത്ത് കയറി നിന്റെ അടുക്കൽ വരുന്നു എന്ന് പറയുകയും. സകല ജാതികളുമായുള്ളവരെ യഹോവയെ സ്തുതിപ്പിൻ, സകല വംശങ്ങളുമായുള്ളവരെ അവനെ പുകഴ്ത്തും. എല്ലാ തികഴ്ത്തും ദൈവശാസ്ത്രീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന്. മോഷ്ടിക്കരുത്. ആത്മാവിൽ ദരിദ്രതയേറെ ഭാഗ്യവാന്മാർ സ്വർഗ്ഗരാജ്യം ആവുന്നത്. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവ എന്നെ നിർഭയം വസിക്കുമാറാകുന്നത്. എപ്പോഴും പ്രാർത്ഥിക്കും. നാം അതിർക്കിൽ നിന്ന് മുട്ടുന്ന ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടി നടക്കാനും കഴിക്കും. ആദ്യം ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിനെ അനുസരിപ്പിൻ, ഇത് ന്യായമല്ലോ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? യേശുവിന്റെ ഇടയിലാവുന്ന എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഒരു വാക്യം കൂടെ ഉള്ളൂ കേട്ടോ. ആരായാലും ഒരു വാക്യം കൂടി, സമയമില്ല. നിർവാഹം ജീവിതത്തിന്റെ പ്രതാപം ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിന് അത്രയാകും. വെരി ഗുഡ്, വെരി ഗുഡ്. ഫസ്റ്റ് പ്രൈസ്. അതിന് വല്ല ഗിഫ്റ്റ് ഉണ്ടോ?